ബേപ്പൂരിൽ നിന്നും മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ കപ്പലിടിച്ച് 4 പേരെ കാണാതായി. 2 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. മംഗലാപുരത്ത് പുറംകടലിൽ വെച്ചാണ് സംഭവം. 14 പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. കോസ്റ്റൽ പോലീസും കോസ്റ്റ് ഗാർഡും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ബേപ്പൂരിൽ നിന്നുള്ള റബ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി ബൈജു ചേരുന്നു. ബൈജു, പുറംകടലിലാണ്, മംഗലാപുരത്തിനോട് ചേർന്നുള്ള പുറംകടലിലാണ് അപകടം ഉണ്ടായതെന്നാണ് വിവരം. കോസ്റ്റ് ഗാർഡും ഒക്കെ അറിയിക്കുന്ന ഈ ഘട്ടത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, നമുക്കിപ്പോ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം 2 പേർ ഈ അപകടത്തിൽ മരണപ്പെട്ടു എന്നാണ്. എന്തായാലും 7 തമിഴ്നാട് സ്വദേശികൾ, അതുപോലെ തന്നെ 7 ബംഗാൾ സ്വദേശികൾ, ഇത്തരത്തിൽ 14 പേരാണ് ഈ ബോട്ടിലുണ്ടായിരുന്നത്. ഇവരിൽ 4 പേരെ ഇപ്പോൾ കാണാനില്ല എന്നും അറിയുന്നു. മംഗളൂരുവിൽ നിന്നും 26 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ബേപ്പൂരിൽ നിന്നും മീൻ പിടിക്കാൻ പോയ റബ്ബ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. എന്തായാലും കോസ്റ്റൽ പോലീസും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡും രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും കൂടുതൽ മരണം ഉണ്ടാവും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. 2 പേർ മരണപ്പെട്ടതായി ഇത്തരത്തിൽ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും തമിഴ്നാട് നിന്നും ബംഗാളിൽ നിന്നുള്ള 14 പേരാണ് ഈ ബോട്ടിലുണ്ടായിരുന്നത്. ബോട്ട് ഈ കപ്പലിടിച്ച് തൽക്ഷണം തകരുകയായിരുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഗോപി, ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? തീർച്ചയായും ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. മംഗലാപുരത്ത് നിന്നും 26 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടമുണ്ടായത്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 2 പേർ മരണപ്പെട്ടതായാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. ഇതിന്റെ ബോട്ടിന്റെ ഉടമ ബേപ്പൂരിലാണ്. ബേപ്പൂരിൽ നിന്ന് പോയ ബോട്ടാണ്. തീർച്ചയായും ബേപ്പൂർ തുറമുഖത്തിൽ നിന്നും പോയ ബോട്ടാണ്. മത്സ്യബന്ധനത്തിനായി പോയതാണ്. ഞാൻ ചോദിക്കാൻ കാരണം തമിഴ്നാട്ടുകാരും ബംഗാളിൽ നിന്നുള്ളവരുമാണ് അതിലുണ്ടായിരുന്നത് എന്നതുകൊണ്ട് ആണ് ചോദിച്ചത്. ബേപ്പൂരിൽ നിന്ന് പോയ ബേപ്പൂരുകാരുടെ ബോട്ടാണോ? എങ്ങനെയാണ്? ബേപ്പൂരിൽ നിന്നുള്ള ബോട്ടാണ്. ബോട്ടിൽ ഉണ്ടായിരുന്നത് 7 തമിഴ്നാട് സ്വദേശികൾ, അതുപോലെ തന്നെ 7 ബംഗാൾ സ്വദേശികൾ. ഇത്തരത്തിൽ 14 പേരാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത്. ബോട്ട് ബേപ്പൂരിൽ നിന്നാണ് ഇതര മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടതെങ്കിലും ഇതര സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരാണ് ഈ ബോട്ടിലുണ്ടായിരുന്നത് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനകം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ. ചരക്ക് കപ്പലാണോ ഇവരെ ഇടിച്ചത്? തീർച്ചയായും ചരക്ക് കപ്പൽ ഈ ബോട്ടിലിടിച്ചാണ് അപകടമുണ്ടായത്. ഇത്തരത്തിൽ 26 നോട്ടിക്കൽ മൈൽ അകലെയാണ് മംഗളൂരിൽ നിന്ന് പുറംകടലിലാണ് ഈ സംഭവം ഉണ്ടായത്. വളരെ വൈകിയാണ് ഈ സംഭവം തന്നെ കോസ്റ്റൽ ഗാർഡും അവരും അറിയുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വൈകി. 4 പേരെ ഇപ്പോൾ കാണാനില്ല എന്നും പറയുന്നു. ഇതിന് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിന് നമുക്ക് ലഭ്യമാകും. ഗോപി, ഇടിച്ചു ഈ അപകടം ഉണ്ടാക്കിയ കപ്പൽ പോവുകയും ചെയ്തു അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കപ്പൽ ഇടിച്ച് കടന്നു കളഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ചരക്ക് കപ്പലാണെന്നുള്ള ഒരു സ്ഥിരീകരണം മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കപ്പലിന്റെ പേരോ മറ്റോ വിവരങ്ങളോ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. എന്നാലും അത് വിവരങ്ങൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. എന്നാലും ഇത് ഇന്റർനാഷണൽ കപ്പൽ ചാലാണോ അതോ അത് കയറി വന്നതാണോ? ഇപ്പൊ ഈ ഘട്ടത്തിൽ എന്താണ് മനസ്സിലാക്കുന്നത്? ഗോപി, നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് പുറംകടലിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് തന്നെയാണ്. ഇതിന്റെ സ്ഥിരീകരണം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ആ രക്ഷാപ്രവർത്തനത്തിന് പോയിട്ടുള്ളത് പ്രധാനമായും കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ അല്ലേ? തീർച്ചയായും കോസ്റ്റൽ പോലീസും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡും രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടരുന്നുണ്ട് ഇവിടെ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുമായുള്ള ആശയവിനിമയം സാധ്യമല്ലാത്തതുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് എന്തായാലും ലഭ്യമാകും. 2 പേർ മരണപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ മരണം ഉണ്ടായിട്ടുണ്ടെന്നും സൂചനകളുണ്ട്. എന്തായാലും ഇത് നമുക്ക് സ്ഥിരീകരണം ഇനി വരാനുണ്ട്. ഗോപി, ഓക്കെ. ഇപ്പം മരിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ളവരോ ബംഗാളിൽ നിന്നുള്ളവരോ തൊഴിലാളികളോ ആയിരിക്കാം അല്ലേ? ആ 2 ഗ്രൂപ്പ് അല്ലേ അതിലുണ്ടായിരുന്നത്? തീർച്ചയായും അത് സ്ഥിരീകരണം നമുക്ക് ലഭിച്ച വിവരം തന്നെയാണ്. 7 തമിഴ്നാട് സ്വദേശികൾ, അതുപോലെ തന്നെ 7 ബംഗാൾ സ്വദേശികൾ. അത്തരത്തിൽ ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവർ തന്നെയാണ് ഈ ബോട്ടിൽ മുഴുവനുമായും ഉണ്ടായത്. ബേപ്പൂരിൽ നിന്നും പുറപ്പെട്ടതാണെങ്കിലും ഇതിൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്കൊരു സ്ഥിരീകരണം ലഭിക്കുന്നുണ്ട്. മറ്റ് വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഗോപി, ബേപ്പൂരിൽ നിന്ന് പുറപ്പെട്ട റബ എന്ന ബോട്ട്, ആ ബോട്ടാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടുള്ളത്. ബോട്ട് മംഗലാപുരത്ത് നിന്ന് 26 നോട്ടിക്കൽ, ബേപ്പൂരിൽ കപ്പൽ ബോട്ടിൽ ഇടിച്ചല്ല അപകടം. മംഗലാപുരത്ത് കപ്പൽ ബോട്ടിലിടിച്ചാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. മംഗലാപുരത്ത് നിന്നും 26 നോട്ടിക്കൽ മൈൽ അകലെ കടലിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ബേപ്പൂരിൽ നിന്നും പുറപ്പെട്ട കപ്പലാണ്, പുറപ്പെട്ട ബോട്ടാണ്. അതിൽ 7 പേർ തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളും 7 പേർ ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളുമായിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളുമായാണ് 14 പേർ. അങ്ങനെ 14 പേരുമായി ബേപ്പൂരിൽ നിന്നും പുറപ്പെട്ട കപ്പലാണ് മംഗലാപുരത്തിനടുത്ത് വെച്ച്, മംഗലാപുരത്ത് നിന്ന് 26 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച്
ചരക്ക് കപ്പലിടിച്ച് അപകടമുണ്ടായിട്ടുള്ളത്. അതിൽ 2 പേർ മരിച്ചു എന്നാണ് അറിയുന്നത്. 4 പേരെ കാണാനില്ല എന്നും അറിയുന്നു. ഇന്നലെ രാത്രിയാണ് 12 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. തെരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും അതുകൊണ്ട് തന്നെ ലേറ്റായി എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഷഹീദ് കൂടി ചേരുന്നു. ഷഹീദ്, ബേപ്പൂരിൽ നിന്നും പുറപ്പെട്ട കപ്പൽ എന്നാണ് നമ്മൾ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും ഷഹീദിൻ്റെ കയ്യിലുണ്ടോ? ബേപ്പൂരിൽ നിന്നും പുറപ്പെട്ട കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ബോട്ട് പുറപ്പെട്ടത്. റബ്ബ എന്നാണ് ബോട്ടിന്റെ പേര്. ബേപ്പൂർ സ്വദേശിയായ ജാഫർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ജാഫറുമായി നമ്മളിപ്പോൾ ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. എന്താണ് അപകടം സംഭവിച്ചതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. 14 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അതിൽ 7 പേർ തമിഴ്നാട് സ്വദേശികളും 7 പേർ ബംഗാൾ സ്വദേശികളുമാണ് തൊഴിലാളികളായി ഉണ്ടായിരുന്നത്. ബോട്ടിന്റെ സ്രാങ്ക് ഉൾപ്പെടെയുള്ളവർ തമിഴ്നാട് സ്വദേശികളാണ്. കഴിഞ്ഞ ഞായറാഴ്ച അവർ പുറപ്പെട്ടതാണ്. അപ്പോൾ അപകടമുണ്ടായി, ഒരു കപ്പൽ വന്ന് ഇടിച്ചു എന്നുള്ള വിവരം കിട്ടി. തൊഴിലാളികൾ അപകടത്തിലാണെന്നുള്ള വിവരം മാത്രമാണ് ഇപ്പോൾ ബോട്ട് ഉടമയ്ക്കുമുള്ളത്. രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരവും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹത്തിനും ബോട്ട് ഉടമ ജാഫറിനും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഏതായാലും മെനഞ്ഞാന്ന്, അതായത് കഴിഞ്ഞ ഈ ഞായറാഴ്ചയാണ് ഷൈദേ, ഈ നമ്മുടെ ബോട്ട് ഉടമയ്ക്ക്, റബ എന്ന ബോട്ടിന്റെ ഉടമയ്ക്ക് അവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ അദ്ദേഹത്തിനും കോസ്റ്റ് ഗാർഡ് അല്ലെങ്കിൽ ഇവർ നൽകുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഘട്ടത്തിൽ? തീർച്ചയായും ഔദ്യോഗികമായി നൽകുന്ന കോസ്റ്റ് ഗാർഡും അവിടെയുള്ള ബോട്ട് ഉടമകളുമായി ബന്ധപ്പെട്ടവരും നൽകുന്ന വിവരങ്ങൾ മാത്രമാണ് ഇദ്ദേഹത്തിന് ഉള്ളത്. അവിടെ അപകടത്തിൽപ്പെട്ട തൊഴിലാളികളുമായി ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ള വിവരം അദ്ദേഹം നമ്മോട് പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ അവിടെയുള്ള ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തുമായി നമുക്ക് അല്പസമയത്തിന് ശേഷം ഫോണിൽ ബന്ധപ്പെടാമെന്ന് കരുതുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. പ്രാഥമികമായി ഇത്തരം ഒരു അപകടമുണ്ടായി എന്നുള്ള വിവരം മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഷൈദ്, ഇതിപ്പോ ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഉണ്ടായത്. രക്ഷാപ്രവർത്തനത്തിന് കുറച്ച് ലേറ്റായി വിവരം അറിഞ്ഞു വന്നപ്പോൾ എന്നൊക്കെ ബൈജു പറയുന്നുണ്ട്. ഏതായാലും അതിൽ കുറച്ചുകൂടി നമുക്ക് വ്യക്തത വരേണ്ടിയിരിക്കുന്നത്. ഇത് എനിക്കറിയില്ല ഇതിന്റെ രീതി. ഓരോ ബോട്ടുകളും ഒറ്റയ്ക്കൊറ്റയ്ക്കാണോ പോവുക, അതോ വേറെ ബോട്ടുകൾ ഉണ്ടാവുകയോ ഈ മേഖലയിൽ? ഇപ്പോൾ മറ്റു ബോട്ടുകളിൽ നിന്ന് വിവരങ്ങൾ കിട്ടുമോ? എന്താണ് ബോട്ടിന്റെ ഉടമ പറയുന്നത്? ബോട്ട് ഉടമയിൽ നിന്നും നമുക്ക് അത്തരം വിവരങ്ങൾ നമുക്ക് ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഇതിന്റെ രീതി അനുസരിച്ച് ഒരാഴ്ചക്കാലത്തോളം കടലിൽ മത്സ്യബന്ധനത്തിന് തയ്യാറെടുത്തുകൊണ്ടാണ് പല ബോട്ടുകളും പുറപ്പെടാറുള്ളത്. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിരിക്കുന്നത് ഈ ബോട്ട്. മറ്റ് ബോട്ടുകൾ സാധാരണഗതിയിൽ ഒരുമിച്ച് കൂട്ടമായിട്ടല്ല ഇവർ പോകാറുള്ളത്. മത്സ്യമുള്ള ഇടത്ത് നോക്കി ഒറ്റ തിരിഞ്ഞ് തന്നെയാണ് മത്സ്യബന്ധനത്തിന് അല്ലെങ്കിൽ ബോട്ടുകൾ പോകാറുള്ളത്. പക്ഷേ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ പരസ്പരം ബന്ധപ്പെടാനുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഇവർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അത് നമുക്കറിയാം, ഈ ഓഖി ഉൾപ്പെടെയുള്ള അപകടങ്ങൾ ഉണ്ടായപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തതാണ്. അത്തരമുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനം. ഇപ്പോൾ മിനിസ്റ്റർ മേഴ്സിക്കുട്ടി അമ്മ ലൈനിലുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ ബേപ്പൂരിൽ നിന്നും പുറപ്പെട്ട ബോട്ടാണ് ഇപ്പോൾ കടലിൽ വെച്ച് മംഗലാപുരത്തിന് 26 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് അപകടം ഉണ്ടായി എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ. മാഡത്തിന് കിട്ടിയ വിവരം എന്തൊക്കെയാണ് മാഡം? അതെ, ഇവിടെ നമ്മുടെ ബോട്ട് ഉടമ നമ്മുടെ ഇവിടുത്തുകാരനാണ്. പക്ഷെ തൊഴിലാളികളെല്ലാം തമിഴ്നാട് ബംഗാൾ തൊഴിലാളികളാണ്. നമ്മളിപ്പോൾ കോസ്റ്റ് ഗാർഡിനോടും കോസ്റ്റ് അവരോടെല്ലാം എല്ലാ വിധത്തിലുള്ള അന്വേഷണവും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നേവിയുടെയും കൂടെ സഹായം തേടാൻ ഇപ്പോൾ കളക്ടറോട് ആവശ്യപ്പെടുന്നുണ്ട്. അത് എല്ലാവിധ അന്വേഷണവും നമ്മൾ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾ നിങ്ങളെപ്പോലുള്ള വിവരം എനിക്ക് ലഭ്യമായിട്ടുള്ളൂ. കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. 10 പേർ മിസ്സിംഗ് എന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വിവരം. എത്ര പേര് മാഡം ഒന്നുകൂടി പറയോ? 10 പേര് മിസ്സിംഗ് എന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം. കൂടുതലായി വിവരം നമുക്ക് ലഭ്യമല്ല ഇപ്പോൾ. മാഡം, നമ്മളെ റെസ്ക്യൂ ടീമൊക്കെ അവിടെ എത്തിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ, എല്ലാ റെസ്ക്യൂ ടീമും എത്തിയിട്ടുണ്ട്. നേവിയുടെയും കൂടെ സഹായം തേടാൻ കളക്ടറോട് ആവശ്യപ്പെടുന്നുണ്ട്. നന്ദി. മിനിസ്റ്ററാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. ഏതായാലും മിനിസ്റ്റർ ഒരു പുതിയ ഇൻഫർമേഷൻ കൂടി തന്നിട്ടുണ്ട്. നമുക്ക് 10 പേരെ കാണാനില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 4 പേർ കാണാനില്ല എന്നല്ലായിരുന്നു നമുക്ക് കിട്ടിയ വിവരം. പക്ഷേ 10 പേരെ കാണാനില്ല എന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കുന്നത്. ഷൈദ്, അപ്പോൾ അപകടത്തിൻ്റെ ആഴം കുറച്ചുകൂടി കൂടുന്നു. 10 പേര് മിസ്സിംഗ് ആണെന്നാണ് പറയേണ്ടത്. ഷൈദ്, യെസ്, ഷൈദിലേക്ക് വരാം. ബൈജു, ഇപ്പോൾ മിനിസ്റ്റർ നേരിട്ട് ടെലിഫോണിലുണ്ടായിരുന്നു. അപ്പോൾ 10 പേരോ ആണ് മിസ്സിംഗ് എന്നാണ് മനസ്സിലാക്കുന്നത്. മിനിസ്റ്റർ കിട്ടിയ ഇൻഫർമേഷൻ, അതും മിനിസ്റ്റർക്കും ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ ബൈജു. തീർച്ചയായും ഗോപി, അത്തരത്തിൽ ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും കാസർഗോഡ് കോസ്റ്റൽ പോലീസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നത്. എന്തായാലും ഇവർ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിന് നമുക്ക് ലഭ്യമാകും എന്നാണ് പറയുന്നത്. ഇവർ പറയുന്ന പ്രകാരം ഇതിൽ 7 പേർ തമിഴ്നാട്, 7 പേർ ബംഗാൾ. ഇത് കൃത്യമായും ഇവർ സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റ് കാര്യങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്തായാലും മംഗലാപുരത്ത് നിന്ന് ഉൾക്കടലായതുകൊണ്ട് തന്നെ വിവരങ്ങൾ അറിയാനും വൈകുന്നുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബേപ്പൂരിൽ നിന്നും പുറപ്പെട്ട യാസിറിന്റെ ഉടമസ്ഥയിലുള്ള ബോട്ടാണെന്നും ഇപ്പോൾ സ്ഥിരീകരണം വരുന്നുണ്ട്. എന്തായാലും 2 മരണം. മിനിസ്റ്റർ പറഞ്ഞനുസരിച്ച് നേവിയുടെ കൂടി സഹായം തേടും അല്ലേ? തീർച്ചയായും നേവിയുടെ കൂടി സഹായം തേടും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ തിരച്ചിൽ ഊർജിതമാക്കാൻ തന്നെയാണ്
തീരുമാനം. ആ തരത്തിൽ കൂടുതൽ കാണാതായവരെ കണ്ടെത്തുക എന്നതാണ് ഇപ്പോൾ. ഇതിന് 9 പേരെന്നും 10 പേര് കാണാനില്ല എന്നും ഉള്ള വിവരങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിലുള്ള തിരച്ചിൽ ഊർജിതമായി എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അല്പസമയത്തിന് തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെ വേണം കരുതാൻ. ഗോപി, യെസ്, ഏതായാലും ബൈജും ഷഹീദുമാണ് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മുറയാണ്. അതുകൊണ്ട് തന്നെ ബൈജു, ഞാൻ വരാം. ബൈജു വിവരങ്ങൾ ശേഖരിക്കൂ. ഏതായാലും ഏറ്റവും ആധികാരികമായി ഇപ്പോൾ മിനിസ്റ്റർ കൂടി നമ്മളോട് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. റബ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. മംഗലാപുരത്ത് നിന്നും 26 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ചരക്ക് കപ്പൽ ഇന്നലെ രാത്രിയോടുകൂടി ഈ ബോട്ടിൽ ഇടിച്ചതിൽ 10 പേരെ നിലവിൽ കാണാതായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 2 പേർ മരിച്ചു എന്നും വിവരങ്ങളുണ്ട്. 14 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. 7 പേർ തമിഴ്നാട്ടുകാരാണ്, 7 പേർ ബംഗാളിൽ നിന്നുള്ളവരാണ്. ഇവർ കഴിഞ്ഞ ഞായറാഴ്ച ബേപ്പൂർ തുറമുഖത്തു നിന്നാണ് മീൻപിടുത്തത്തിനായി പോയത്. ഒരാഴ്ചയോളം നീളുന്ന, അതായത് കടലിൽ ഒരാഴ്ചയോളം തങ്ങി മീൻ പിടിച്ച് വരുന്ന രീതിയാണ് ഇവരുടേത്. അതിനുള്ള തയ്യാറെടുപ്പുകളുമായിട്ടാണ് പോയത്. 2 ദിവസം മുമ്പാണ് ഇവിടെ ബേപ്പൂരിൽ നിന്നും പുറപ്പെട്ടത്. ഞായറാഴ്ച ഇവിടുന്ന് പുറപ്പെട്ട് ഇന്നലെ രാത്രിയോടുകൂടി മംഗലാപുരത്ത് നിന്നും 26 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചിട്ട് ഒരു ചരക്ക് കപ്പൽ ഇവരെ ഇടിച്ച് ബോട്ടിനെ തകർത്തുകൊണ്ട് കടന്നു പോവുകയായിരുന്നു. അതിനുശേഷം രക്ഷാപ്രവർത്തനത്തിലേക്കുള്ള കാര്യങ്ങൾ കടന്നിരിക്കുന്നു. പക്ഷേ എപ്പോഴും 10 പേരെ കാണാനില്ല എന്ന് മനസ്സിലാക്കുന്നു. 2 പേർ മരിച്ചു എന്നുമാണ് വിവരം. രക്ഷാപ്രവർത്തനത്തിന് കോസ്റ്റ് ഗാർഡും മറ്റ് സന്നാഹങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലായി മന്ത്രി പറഞ്ഞത് നേവിയുടെ കൂടി സഹായം തേടിയിട്ടുണ്ട്. അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഏതായാലും കോസ്റ്റ് ഗാർഡും രക്ഷാ ദൗത്യ സംഘവും അപകടം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ആ പ്രദേശം മുഴുവൻ അരിച്ചു പെറുക്കിയുള്ള നിരീക്ഷണമാണ് വേണ്ടത്. അത് നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത്. കൂടാതെ മറ്റ് ബോട്ടുകളുടെ സഹായവും അതും സ്വാഭാവികമായും ഉണ്ടായിരിക്കാം. കാരണം ഇവർ പരസ്പരം ഒരു ഉൾക്കടലിലാണെങ്കിലും പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്നാണ് അല്പം ഷഹീദ് പറഞ്ഞത്. അവരുടെ രീതി അനുസരിച്ച് ഒരു അപകടമുണ്ടായാൽ മറ്റ് ബോട്ടുകൾ കൂടി ആ വിവരം അറിയുകയും രക്ഷാപ്രവർത്തനത്തിനോ അല്ലെങ്കിൽ മറ്റ് ഏകോപനത്തിനോ അവർ കൂടി ഉണ്ടാവുകയുമുണ്ട്. ഏതായാലും കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തെരച്ചിൽ തുടരുന്നു. നാവിയുടെ സഹായവും, നാവിയുടെ നേതൃത്വത്തിലുള്ള അത് ആകാശമാർഗം വഴി ഹെലികോപ്റ്റർ നിരീക്ഷണമാണെങ്കിലും കടലിലൂടെയുള്ള നിരീക്ഷണമാണെങ്കിലും തെരച്ചിലാണെങ്കിലും അതിനുള്ള സഹായം കൂടി തേടേണ്ട സാഹചര്യമുണ്ടെന്നും അത് തേടിയിട്ടുണ്ടെന്നും മന്ത്രിയും വ്യക്തമാക്കുന്നു. നിയന്ത്രണങ്ങളോടെ പൂരം. തൃശൂർ പൂരം നിയന്ത്രണങ്ങളോടെ നടത്താൻ സർക്കാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. പൂരത്തിനെത്തുന്ന 45 വയസ്സിന് മുകളിലുള്ളവർ വാക്സിനേഷൻ നടത്തിയിരിക്കണം. 45 വയസ്സിന് താഴെയുള്ളവർ 72 മണിക്കൂറിന് മുൻപുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പ്രവേശിപ്പിക്കില്ല. തുടങ്ങിയ നിർദ്ദേശങ്ങൾ ദേവസ്വം ഭാരവാഹികൾ അംഗീകരിച്ചു. പൂരത്തിന്റെ മറ്റ് ചടങ്ങുകളെല്ലാം നടക്കുന്നുവെന്ന് യോഗശേഷം ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു. തൃശ്ശൂർ പൂരം എല്ലാവിധ പ്രൗഢിയോടുകൂടി എല്ലാ ചടങ്ങുകളും വളരെ ഭംഗിയായിട്ട് നടക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ആശയക്കുഴപ്പവും യാതൊരു പ്രശ്നങ്ങളുമില്ല. ഞങ്ങൾ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങളും അംഗീകരിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിനോട് വരുന്ന ആൾക്കാർ 45 വയസ്സിൻ്റെ മീതെയുള്ളവർ വാക്സിനേറ്റ് ചെയ്തിരിക്കണം. അതിന് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുപോലെ 45 വയസ്സിന് ചോട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ അവർ കോവിഡ് നെഗറ്റിവിറ്റി ടെസ്റ്റ് റിപ്പോർട്ട് കൊണ്ടുവരണം. സുവിയാണ് ചേരുന്നത്. സുവി, ഏതായാലും നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടുണ്ട്. 45 വയസ്സിന് മുകളിലുള്ളവർ വാക്സിൻ എടുക്കണം. 45 വയസ്സിന് താഴെയുള്ളവർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. ഇതൊക്കെ ആരാണ് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും നിരീക്ഷണം? അത് സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ എന്താണ്? ഗോപി, സർക്കാർ വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം ദേവസ്വം പ്രതിനിധികളുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അതിൽ അവർ പറയുന്നത് പ്രധാനമായും ഇതിലെ നിർണായകമായ തീരുമാനം എന്ന് പറയുന്നത് 45 വയസ്സിന് മുകളിൽ എത്തുന്ന ആരും വാക്സിനേറ്റഡ് ആയിരിക്കണം. വാക്സിൻ എടുത്തു എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 45 വയസ്സിന് താഴെയുള്ള എല്ലാവരും തന്നെ 72 മണിക്കൂറിന് മുമ്പ് കോവിഡ് ടെസ്റ്റ് നടത്തിയതിന്റെ എന്നിട്ട് നെഗറ്റീവ് ആണ് എന്നതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ പരിശോധന എളുപ്പമാണ്. ഒപ്പം തന്നെ എൻട്രി പോയിന്റ് വെക്കും. വിവിധ ഇടങ്ങളിലായി എൻട്രി പോയിന്റ് വെക്കും. ഈ എൻട്രി പോയിന്റിൽ ആരോഗ്യ വകുപ്പ് അധികൃതർ പരിശോധന നടത്തും. പോലീസ് സഹായത്തോടു കൂടിയായിരിക്കും പരിശോധന എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന് മുമ്പ് തേക്കിൻകാട് മൈതാനിയിലേക്കുള്ള എൻട്രി പോയിന്റ് ആണ് അല്ലേ, നഗരത്തിലേക്കല്ല?
നഗരത്തിലേക്കുള്ള എൻട്രി പോയിന്റ് ആണ്. കാരണം 19 റോഡുകളാണ് തൃശൂർ നഗരത്തിന്, അതായത് തേക്കിൻകാട് റൗണ്ടിലേക്ക് ഏതാണ്ട് എത്തിച്ചേരുന്നത്. ഈ 19 ഇടങ്ങളിൽ മുഴുവൻ ടെസ്റ്റിംഗ് പോയിന്റ് ഉണ്ടാവില്ല, പരിശോധനാ കേന്ദ്രങ്ങൾ ഉണ്ടാവില്ല. അവിടെയെല്ലാം തന്നെ റോഡുകൾ അടയ്ക്കും. അതിനുശേഷം നിശ്ചിത ഇടങ്ങളിൽ മാത്രമേ ആളുകളെ നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അവരുടെയാണ് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന പരിശോധന നടത്തുക. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ആരെയും തന്നെ പ്രവേശിപ്പിക്കുകയില്ല. ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, അതായത് ഒന്നുകിൽ വാക്സിനേറ്റഡ് ആണ് എന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കോവിഡ് നെഗറ്റീവ് ആണ് എന്ന സർട്ടിഫിക്കറ്റ്, ഇത് ഏതെങ്കിലും ഉള്ളവരെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. എല്ലാവിധ പ്രൗഢിയോടും കൂടെ ആചാരങ്ങൾ എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പൂരം നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് നടന്ന യോഗത്തിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഈ 2 ദിവസം കോവിഡ് ഇത് 2 ദിവസം ഉണ്ടാവോ നിയന്ത്രണം? ഫലത്തിൽ തൃശ്ശൂർ നഗരത്തിന് നിയന്ത്രണം കൂടി വരികയാണ്. കാരണം ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കേ നഗരത്തിൽ കയറാൻ പറ്റുള്ളൂ. ഇത് പൂരത്തിന്റെ അന്നും ഉണ്ടാവോ തലേന്നും ഉണ്ടാവോ? അതെങ്ങനെയാണ്? എത്ര ദിവസത്തേക്കാണ്? ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് തൃശൂർ പൂരം നടക്കുന്ന ദിവസത്തിലെ കാര്യങ്ങൾ മാത്രമാണ്. അതായത് വിളംബര നാളിൽ 23-ാം തീയതി ആണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് വിളംബര നാളിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല. അതായത് 22-ാം തീയതി ഈ നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല. 23-ാം തീയതിയാണ് ഈ കർശനമായ നിയന്ത്രണങ്ങൾ നടപ്പാക്കുക. അത് പകൽപൂരം പിറ്റേന്ന് 24-ാം തീയതി പകൽപൂരം കഴിയുന്നത് വരെ ഈ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ചീഫ് സെക്രട്ടറി അല്പസമയത്തിനകം ജില്ലാ കളക്ടറുടെ ഒരു യോഗമുണ്ട്. അതിനുശേഷം സർക്കാരിന്റെ യഥാർത്ഥ തീരുമാനം എന്താണ് എന്നത് ജില്ലാ കളക്ടർ വിശദീകരിക്കുന്നതായിരിക്കും. ഗോപി, സുവിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കളക്ടർ വിശദമായി തന്നെ അത് പറയുമ്പോൾ അതിൻ്റെ ഒരു ഏതൊക്കെയാണ് നിയന്ത്രണങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരികയും ചെയ്യും. നിലവിൽ ഇങ്ങനെയാണ് അവസ്ഥ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സംസ്ഥാനത്ത് പൊതുപരിപാടികൾക്കും ഉത്സവങ്ങൾക്കും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ വ്യക്തമാക്കി സർക്കാർ ഉത്തരവ് അല്പസമയത്തിനകം പുറത്തിറങ്ങും. നിത്യോപയോഗ സാധനങ്ങൾ വീട്ടിൽ എത്തിക്കാനും ടെലി ഡോക്ടർ സംവിധാനം ഏർപ്പെടുത്താനും അത്യാവശ്യമല്ലാത്ത യോഗങ്ങൾ 3 ആഴ്ചത്തേക്ക് നീട്ടിവെക്കാനുമുള്ള നിർദ്ദേശങ്ങളാണ് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പലയിടത്തും പരിശോധനകൾ കർശനമാക്കി. തിരുവനന്തപുരത്ത് ബസ്സുകളിൽ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. 2 ആഴ്ചത്തേക്ക് യാത്രക്കാരെ ഇരുത്തിയുള്ള യാത്ര മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. കോവിഡ് വീണ്ടും കൂടുന്ന സാഹചര്യത്തിൽ സർക്കാർ ഇന്നലെ മുതൽ കുറേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പൊതുയാത്രാ വാഹനങ്ങളിൽ 50%, അതായത് 50% സീറ്റിംഗ് കപ്പാസിറ്റിയിൽ മാത്രമേ യാത്രക്കാരെ അനുവദിച്ചിട്ടുള്ളൂ ഇന്ന് മുതൽ. അപ്പോൾ അത് ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അതായത് അതിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷനിൽ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം എൻഫോഴ്സ്മെൻറ്റ് ആർടിയുടെ നേതൃത്വത്തിലുള്ള പരിശോധനകളാണ് നടക്കുന്നത്. പരിശോധനയിൽ കൂടുതലായിട്ട് ഇന്നിപ്പോൾ ബോധവൽക്കരണമാണ്. പെട്ടെന്നുള്ള ഒരു തീരുമാനം ആയതുകൊണ്ട്, പരീക്ഷകളൊക്കെ നടക്കുന്ന കാലമായതുകൊണ്ടും ഇന്നിപ്പോൾ ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. 50% സീറ്റിംഗ് കപ്പാസിറ്റിയിലേക്ക് മാത്രമേ യാത്രക്കാരെ അനുവദിക്കുന്നു. ഇപ്പോൾ സ്റ്റാൻഡിംഗ് ഒക്കെ ആൾക്കാർ പോകുന്നുണ്ട്. നിലവിൽ ആ കോവിഡിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ എടുത്ത് മാറ്റിയ സമയത്ത് യാത്രക്കാർ കൂടുതലായിട്ട് വാഹനങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. പൊതു യാത്രാ സൗകര്യങ്ങൾ കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ വീണ്ടും കൂടുന്ന സാഹചര്യത്തിൽ അത് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. 50% എന്ന നിലയിലേക്ക്, അതായത് സീറ്റിംഗ് കപ്പാസിറ്റിയിലേക്ക് നിയന്ത്രണ വിധേയമാക്കി. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ തുടങ്ങിയിരിക്കുന്നത്. 2 ലക്ഷം ഡോസ് വാക്സിൻ കൂടി ഇന്ന് സംസ്ഥാനത്ത് എത്തും. തിരുവനന്തപുരത്ത് നിന്ന് TG സൈത്തും കൊച്ചിയിൽ നിന്നും ഡാനി പോളുമാണ് ചേരുന്നത്. ആദ്യം സൈത്തിലേക്ക്. സൈത്ത്, ഏതായാലും ചീഫ് സെക്രട്ടറി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി അത് സർക്കാർ പുറത്തിറക്കിയാലേ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുള്ളൂ. എന്തായാലും സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ പ്രധാനം ഏതൊക്കെയാണ്? എന്ന് തൊട്ടാണ് ഇത് നടപ്പാക്കി തുടങ്ങുക? ഈ നടപ്പാക്കാനുള്ള ഇടപെടലുകൾ എന്തൊക്കെയാണ്? ഗോപി, ഇന്നലെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കൈക്കൊണ്ട തീരുമാനങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ ഉള്ള പരിശോധന ആ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. 2 തരത്തിലുള്ള തീരുമാനങ്ങളാണ് പ്രധാനമായും സംസ്ഥാനം പുതിയതായി ഏർപ്പെടുന്നത്. അതിലൊന്ന് ആൾക്കൂട്ട നിയന്ത്രണമാണ്. ആൾക്കൂട്ട നിയന്ത്രണത്തിന്റെ ഭാഗമായി ഇത്തരം പൊതുവിടങ്ങളിലെ ആൾക്കൂട്ടങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. പൊതുയോഗങ്ങൾക്ക്, പൊതുപരിപാടികൾക്കടക്കമുള്ള നിയന്ത്രണങ്ങൾ, അത് 200 പേരെ പരമാവധി ഉൾക്കൊള്ളിക്കുന്നു. അടച്ചിട്ട മുറികളിൽ 100 പേർ, ഈ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. മറ്റൊന്ന് സംസ്ഥാനത്ത് പരിശോധന കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതാണ്. നേരത്തെ പരിശോധന എന്ന് പറയുമ്പോൾ ആന്റിജൻ ടെസ്റ്റുകളാണ് കൂടുതൽ നടത്തിയിരുന്നത്. പക്ഷേ ഇനി മുതൽ RT-PCR ടെസ്റ്റുകൾ കൂടുതലായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം സംസ്ഥാനത്തെ ചില ജില്ലകളിൽ വലിയ തോതിലുള്ള രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കോഴിക്കോട്, ഇടുക്കി പോലെയുള്ള ഇടങ്ങളിൽ 15% മുകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതുകൊണ്ട് തന്നെ ആ ഇടങ്ങളിൽ കൂടുതൽ പരിശോധന നടക്കുക. പാലക്കാട് ജില്ലയിൽ പരിശോധന കുറവാണ് നടക്കുന്നതെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അവിടെയും കൂടുതൽ പരിശോധന നടക്കുക. ഈ തരത്തിലേക്കാണ് സംവിധാനങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2 തരത്തിലുള്ള പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുന്നു, മറ്റു നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു. ഈ തരത്തിലേക്കാണ് സംസ്ഥാനത്ത് ഇന്നലെ സമർപ്പിച്ചില്ല. പിന്നെ ടെലി ഡോക്ടർ, വീട്ടിൽ സാധനം എത്തിക്കുക, ആൾക്കാർ മാർക്കറ്റിലെത്തുന്ന പരമാവധി കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ, അതൊക്കെ എങ്ങനെയൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്ക്ഡൌൺ സമയത്ത് നടപ്പാക്കിയിരുന്ന അതേ രീതിയിൽ തന്നെയായിരിക്കുമോ?
ഇപ്പോൾ പുതിയതായി കൊണ്ടുവന്ന നിയന്ത്രണങ്ങളെല്ലാം നേരത്തെ സംസ്ഥാനം നടപ്പിലാക്കിയിരുന്ന നിയന്ത്രണങ്ങളാണ്. പക്ഷേ ചില ഇളവുകൾ നേരത്തെ ഇളവുകൾ പിന്നീട് കൊണ്ടുവരികയാണ് ചെയ്തത്. ആ ഇളവുകളിൽ ചിലത് എടുത്തു മാറ്റിക്കൊണ്ട് പഴയ നിയന്ത്രണം കൊണ്ടുവരുന്നു എന്നതാണ് പുതിയ തീരുമാനം. 50% ആൾക്കാരെ പൊതുവാഹനങ്ങൾ അനുവദിച്ചിട്ടുള്ള തീരുമാനമൊക്കെ പഴയ തീരുമാനങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊന്നുകൂടി ശക്തിപ്പെടുത്തി പുതിയ സാഹചര്യത്തിൽ നടപ്പിലാക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പൊതുവിടങ്ങളിലെ ആൾക്കൂട്ടങ്ങളിൽ അടക്കം ആ നിയന്ത്രണം കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ സർക്കാർ ആശുപത്രികളിലേക്ക് കൂടുതലായി രോഗികൾ എത്തുന്ന സാഹചര്യമുണ്ട്, വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നു. ആ സാഹചര്യത്തിലാണ് ഓൺലൈൻ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നു എന്നതിലേക്ക് വരുന്നത്. അതിനാണ് ടെലിമെഡിസിൻ പോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുക, കൂടുതൽ വിദഗ്ധ ഡോക്ടർമാരെ ആ പദ്ധതിയുടെ ഭാഗമാക്കുക എന്നത് സർക്കാർ ലക്ഷ്യമിടുന്നത്. കാരണം വിദഗ്ധ ഡോക്ടർമാരൊന്നും ആ പദ്ധതി ഉൾപ്പെട്ടിരുന്നില്ല എന്ന പരാതി ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് അത്തരം സംവിധാനങ്ങളെ കൂടി ഇതിന്റെ ഭാഗമാക്കുന്നത്. യെസ്, കൊച്ചിയിൽ നിന്നും ഡാനി കൂടി ചേരുന്നു. ഡാനിയും സ്വാഭാവികമായിട്ടും കൊച്ചിയിലേക്കും മലബാറിലേക്കും വരുമ്പോൾ നാളെ വിഷു കൂടിയാണ്. അതിൻ്റെ ഒരു തിരക്ക് മാർക്കറ്റുകളിൽ ഉണ്ടായേക്കാം. രാവിലെയൊക്കെ കാണുകയും ഉണ്ടായിരുന്നു. വൈകുന്നേരം കുറച്ചുകൂടി സജീവമായേക്കാം. എങ്ങനെയാണ് അവിടേക്കുള്ള നിയന്ത്രണങ്ങളും സംവിധാനങ്ങളും? ഗോപി, എറണാകുളം ജില്ലയിൽ കോവിഡ് വ്യാപനത്തിൻ്റെ ഒരു തോതെടുത്താൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് അത് കൂടുതൽ തന്നെയാണ്. കാരണം വളരെ ഉയർന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ കോവിഡ് രോഗികളുടെ എണ്ണം പെരുക്കുന്നത് ജില്ലാ ഭരണകൂടത്തെ അടക്കം ആശങ്കപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ചികിത്സാ സംവിധാനങ്ങൾക്ക് വേണ്ടി പര്യാപ്തമായ അത്തരം സംവിധാനങ്ങളുടെ ഒരു തോത് കുറവാണ് എന്നതും അവർ ആശങ്ക ഉണർത്തുന്നുണ്ട്. എറണാകുളം സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജും അതോടൊപ്പം തന്നെയുള്ള സംവിധാനങ്ങളും നിലവിൽ കിടത്തി ചികിത്സകളിലേക്ക് പോകുന്നുള്ളൂ. ഇത്തരം ആശങ്കകൾക്കിടെയാണ് വ്യാപനം കൂടി വരുന്ന ഒരു രീതിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ തന്നെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഇന്ന് പല ഭാഗങ്ങളിലും ബോധവൽക്കരണം തന്നെയാണ് പ്രധാനമായും ഉദ്ദേശിച്ചത്. അതിൽ പോലീസ് പറയുന്നത് ഇത്തരം നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്, അതിൽ ചില ഇളവുകൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ എന്ന് ജനങ്ങളോട് പറയുക തന്നെയാണ്. കാരണം വരുന്ന ദിവസങ്ങൾ ആ നിയന്ത്രണങ്ങൾ കർശനമായി തന്നെ നടപ്പാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് പ്രധാനമായും ഒരു ബോധവൽക്കരണ രീതിയിലേക്ക് ആ ഒരു മൂഡിലായിരുന്നു പോലീസ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളം മാർക്കറ്റ് പരിസരങ്ങൾ, ബ്രോഡ്വേ പരിസരങ്ങൾ സാധാരണഗതിയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന മേഖലയായിരുന്നു ഈ ഉത്സവ ദിവസങ്ങളുടെ തലേ ദിവസങ്ങൾ. ഇന്ന് അത്ര കണ്ടൊരു തിരക്ക് രാവിലെ അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഒരുപക്ഷെ വൈകിട്ടോടുകൂടി തിരക്കുണ്ടായേക്കാമെന്ന് വ്യാപാരികൾ പറയുന്നു. അവരൊരു പ്രതീക്ഷ അങ്ങനെയാണ്, വൈകുന്നേരത്തോടുകൂടി തിരക്ക് അനുഭവപ്പെട്ടേക്കാമെന്നാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ ആ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിനെ ശക്തമായിട്ട് തന്നെ ഇടപെടണം. ആ രീതിയിൽ ഇടപെടാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതൊരു പക്ഷേ ഇന്ന് കർശനമായൊരു ബോധവൽക്കരണ രീതി എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ ഇടപെടൽ നടത്തുമോ എന്നറിയില്ല. എങ്കിൽ കൂടിയും തിരക്കുണ്ടാവുകയാണെങ്കിൽ പോലീസ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഹോട്ടലുകൾക്കും മറ്റും വരുത്തുന്ന നിയന്ത്രണങ്ങൾ, ഇതിൽ തന്നെ പലരും തന്നെ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ഭാരവാഹികൾ അടക്കം ഇതിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തണമെന്നൊരു ആവശ്യവുമായി മുന്നോട്ട് വരുന്നു. എറണാകുളത്ത് പ്രബലരായ വ്യവസായ സമൂഹം, വാണിജ്യ സമൂഹം എല്ലാം തന്നെ നിയന്ത്രണങ്ങളിൽ കുറച്ചുകൂടി ഇളവ് വേണമെന്ന രീതിയിൽ ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് ഇൻഡസ്ട്രി അടക്കം നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നതോടൊപ്പം തന്നെ ഇത്തരം ഈ വ്യാപാര സമൂഹത്തെ സംരക്ഷിക്കണമെന്നൊരു ആവശ്യം അവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങൾ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയ്ക്ക് മറ്റ് ജില്ലകളെ പോലെ തന്നെ ആശങ്കയുണർത്തുന്ന സമീപനം തന്നെയാണ്. കാരണം 6000-ഓളം പേർ ഇപ്പോൾ രോഗികളുടെ കണക്കിൽപ്പെട്ട് ചികിത്സയിലുണ്ട്. 20,000-ഓളം പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. പ്രതിദിനം 1000-ഓട് അടുക്കമുള്ള ഒരു ശരാശരി കണക്കാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ നിയന്ത്രണം കടുപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഗോപി, ശരി. നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണ ന്യൂമോണിയ ബാധിച്ചു. കോവിഡ് ബാധിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സ്പീക്കർ. പ്രത്യേക മെഡിക്കൽ സംഘം സ്പീക്കറെ പരിശോധിച്ചു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സ്പീക്കർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. രാജ്യത്ത് ആശങ്ക ഉയർത്തി കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു. തുടർച്ചയായ 3-ാം ദിവസവും 1.5 ലക്ഷത്തിലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ഒരു ദിവസത്തിനിടെ 1,61,736 പേരാണ് രോഗബാധിതരായത്. 24 മണിക്കൂറിൽ 879 മരണങ്ങളാണ് ഉണ്ടായത്. അതിനിടെ റഷ്യയിൽ നിന്നുള്ള കോവിഡ് വാക്സിനായ സ്പുട്നിക് ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചു. DCGIയുടെ കീഴിലുള്ള വിദഗ്ധ സമിതി അനുമതിക്ക് ഇന്നലെ ശുപാർശ ചെയ്തിരുന്നു. KP അഭിലാഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, സങ്കീർണമാണ് സാഹചര്യം. അതിനിടയിൽ വാക്സിൻ ക്ഷാമത്തിന്റെ സാഹചര്യത്തിൽ ഇപ്പോൾ പുതിയ വാക്സിന് കൂടി അനുമതി. എന്തൊക്കെയാണ്?
തുടർച്ചയായ മൂന്നാം ദിവസമാണ് രാജ്യത്ത് 1.5 ലക്ഷത്തിന് മുകളിൽ കോവിഡ് രോഗികളുടെ കണക്ക് പുറത്തുവരുന്നത്. പ്രതിദിന കണക്ക് ഇന്നലെ 1,68,000 മുകളിലായിരുന്നു. എന്നാൽ ഇന്ന് നേരിയ തോതിൽ കുറവ് ഉണ്ടായിട്ടുണ്ട്. അതേസമയം 1,61,736 പേർക്ക് രോഗം സ്ഥിരീകരിക്കുമ്പോൾ ലോകത്ത് തന്നെ പ്രതിദിന കണക്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 51,751, ഉത്തർപ്രദേശിൽ 13,685, കർണാടകത്തിൽ 9,579. ഈ 3 സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ട്. ഞായറാഴ്ച ദിവസത്തെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറവ് രേഖപ്പെടുത്തുന്നത് എന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. മരണസംഖ്യയിലും നേരിയ കുറവുണ്ട്. കഴിഞ്ഞ ദിവസം 904 പേരാണ് മരിച്ചത്. ഇപ്പോൾ അത് 879. പക്ഷേ ആകെ മരണസംഖ്യ 1,71,058 ഉയർന്നിരിക്കുന്നു. 12,64,689 പേരാണ് ചികിത്സയിലുള്ളത്. വാക്സിനേഷൻ നടപടികളും ഊർജിതമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മാസ് വാക്സിനേഷൻ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. നാളെയാണ് മാസ് വാക്സിനേഷൻ അവസാനിക്കുന്നത്. ഈ വാക്സിൻ ഉത്സവം അവസാനിക്കുന്നതോടുകൂടിയായിരിക്കും മഹാരാഷ്ട്ര, ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകണമോ എന്നത് സംബന്ധിച്ച തീരുമാനം എടുക്കുക. അതിനിടെയാണ് വിദേശ നിർമ്മിത വാക്സിനായ സ്പുട്നിക്കിനായി ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത്. ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയതോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ വാക്സിൻ വിതരണത്തിന് എത്തും. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മെയ് ആദ്യ വാരത്തോടുകൂടി തന്നെ വാക്സിനുകൾ എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രതിമാസം 850 മില്യൺ ഡോസ് വാക്സിനുകൾ എത്തിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇന്ത്യയിൽ റെഡ്ഡീസ് ലബോറട്ടറീസുമായി സഹകരിച്ചുകൊണ്ടാണ് വാക്സിൻ വിതരണത്തിന് തയ്യാറെടുക്കുന്നത്. എന്തായാലും കോവിഡ് വ്യാപനം രൂക്ഷമായ പശ്ചാത്തലത്തിൽ നേരത്തെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഗവർണർമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. നാളെ വീഡിയോ കോൺഫറൻസ് വഴി നടക്കുന്ന യോഗത്തിൽ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും പങ്കെടുക്കും. ശരി. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് വർദ്ധിക്കുന്നതിൽ ആശങ്ക അറിയിച്ച് ലോകാരോഗ്യ സംഘടന. ഏഷ്യ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ സ്ഥിതി രൂക്ഷമാവുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും WHO അറിയിച്ചു. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ രോഗവ്യാപനം കുറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ രോഗം പടരുന്നത് വളരെ വേഗത്തിലാണെന്നും ജാഗ്രത വേണമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. ബേപ്പൂരിൽ നിന്നും മീൻ പിടിക്കാൻ പോയ ബോട്ടിൽ കപ്പലിടിച്ച് 2 പേർ മരിച്ചു. 10 പേരെ കാണാതായി. മംഗലാപുരത്ത് പുറംകടൽ വെച്ചാണ് സംഭവം. 14 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. കോസ്റ്റൽ പോലീസും കോസ്റ്റ് ഗാർഡും രക്ഷാപ്രവർത്തനം തുടരുന്നു. ബേപ്പൂരിൽ നിന്നുള്ള റബ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി ബൈജുവും ഷഹീദുമാണ് ചേരുന്നത്. ബൈജു, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം 2 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ്. ബംഗാൾ സ്വദേശി സുനിൽ ദാസ്, അതുപോലെ തന്നെ തമിഴ്നാട് സ്വദേശി വേൽമുരുകൻ എന്നിവരാണ് രക്ഷപ്പെടുത്തിയതായി ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി വിവരം ലഭിക്കുന്നത്. ഇവരെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ നില ഗുരുതരമൊന്നുമല്ല. പക്ഷേ മറ്റുള്ളവർക്ക് ഇതുവരെ കണ്ടെത്താനായില്ല. 12 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇതിനായുള്ള തിരച്ചിൽ വിവിധ സേനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. എന്തായാലും ഇത്രയും ഉൾക്കടലായതുകൊണ്ട് തന്നെ ഇവരുമായുള്ള ആശയവിനിമയം അധികം സാധിക്കുന്നില്ല എന്നാണ് കോസ്റ്റ് ഗാർഡ് നമ്മോട് വ്യക്തമാക്കുന്നത്. എന്തായാലും ശക്തമായ ഇത്തരത്തിൽ പരിശോധന ശക്തമായി നടക്കുന്നുണ്ട്. ഈ ചരക്ക് കപ്പൽ ബോട്ടിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു അപകടം. എന്നാലും ഇതുമായി ഏറെ വൈകിയാണ് ഇത്തരത്തിൽ അറിയുന്നത്. ഈ യാസർ എന്ന ബേപ്പൂർ സ്വദേശിയുടെയാണ് ഈ ബോട്ട് എന്നും അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തമിഴ്നാട്, ബംഗാൾ സ്വദേശികളാണ് ഈ ബോട്ടിലുണ്ടായിരുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഇവർക്കുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് അവിടുന്ന് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. കോതി 2 പേരെ കണ്ടെത്തി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അല്ലേ? തീർച്ചയായും 2 പേരെ രക്ഷപ്പെടുത്തിയെന്നത് ഔദ്യോഗിക വിവരമാണ്. ബംഗാൾ സ്വദേശി സുനിൽ ദാസ്, അതുപോലെ തന്നെ തമിഴ്നാട് സ്വദേശി വേൽമുരുകൻ എന്നിവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏത് ആശുപത്രിയോ മറ്റ് നമുക്ക് വിവരങ്ങൾ അവർ നൽകുന്നില്ലെങ്കിലും ഇവർക്ക് ഇവരുടെ ഗുരുതരാവസ്ഥയില്ല എന്ന് തന്നെയാണ് കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നത്. ഇവർ 2 പേരെയും മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരവും. കളക്ടർ സാംബശിവറാവു ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. സർ, സാറിന് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ആക്സിഡന്റിനെ പറ്റിയിട്ട് ഈ ഘട്ടത്തിൽ? സോ ഈ നമ്മുടെ ഈ ഫിഷിംഗ് ബോട്ട് പോയിരുന്നു. സോ മാംഗ്ലൂരിൽ നിന്ന് ഒരു 40 to 50 മൈൽസ് ദൂരത്തിലെ ഒരു മെർച്ചൻഡൈസ് ഷിപ്പ് APL ലീ ഹാവ്രെ ആണ്. ആ ഷിപ്പാണ് അവർ അടിച്ചത്. സോ അത് ആക്സിഡന്റ് ആയി. ഒരു 2 പേരിനും ആ സമയത്ത് തന്നെ റെസ്ക്യൂ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇപ്പോൾ സെർച്ച് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ വരെ കിട്ടിയ ഇൻഫർമേഷൻ, കോസ്റ്റ് ഗാർഡ് ആണ് സെർച്ച് ഓപ്പറേഷൻസ് നടക്കുന്നത്. ഇപ്പോൾ വരെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഒരു 3 ബോഡീസ് കിട്ടി.
3 പേർ മരിച്ചു. ഇപ്പോൾ സെർച്ച് ഓപ്പറേഷൻസ് നടക്കുകയാണ്. സാർ, അപ്പോൾ 3 പേർ 14 പേരാണ് ബോട്ടിലെ പോയിരുന്നത്. കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം 7 വെസ്റ്റ് ബംഗാളിൽ നിന്ന് 7 തമിഴ്നാടിൽ നിന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. സാർ, ഇതിപ്പോ അല്പം മുമ്പ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അപ്പോൾ നേവിയുടെ സഹായം തേടാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത്തരം നടപടികൾ വല്ലതായോ? ഓക്കെ, ഞാൻ സംസാരിക്കാം. ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് അവിടെ നടക്കുന്നുണ്ട്, ഞാൻ കോർഡിനേറ്റ് ചെയ്യാം. സാർ, 3 പേര് മരിച്ചു എന്നുള്ളതാണ് വിവരം അല്ലേ? 3 പേര് ബോഡീസ് കിട്ടിയാണ് ഇപ്പോൾ വരെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. സാർ, ഏറ്റവും ഒടുവിലായിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സീ റഫ് ആണോ, അത് തെരച്ചിലിന് പറ്റിയ സാഹചര്യമാണോ അപ്പോൾ അവിടെ ഉള്ളത്? അത് ഞാൻ നോക്കേണ്ടതുണ്ട്, ഞാൻ സംസാരിക്കാം. ഓക്കെ. കളക്ടറാണ് പുതിയ വിവരം നൽകിയതും. 3 പേർ മരിച്ചു എന്നാണ് അറിയുന്നത്. ഏതായാലും കോസ്റ്റ് ഗാർഡ് അവിടെ എത്തിയിട്ട് രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് മനസ്സിലാവുന്നു. നേവിയുമായി ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ അത് നേരത്തെ മിനിസ്റ്ററാണ് പറഞ്ഞത്, അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഏതായാലും ബൈജു, കളക്ടർ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് 3 പേർ മരണപ്പെട്ടു എന്നാണ്. ഗോപി, തീർച്ചയായും 2 പേർ മരണപ്പെട്ടു എന്ന വിവരം നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഒരാളുടെ നില ഇത്തരത്തിൽ മരണപ്പെട്ടു എന്ന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. എന്തായാലും 3 പേർ മരണപ്പെട്ടു എന്ന സ്ഥിരീകരണം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും 2 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്ന ഒരു ആശ്വാസ വാർത്തയും കൂടി ഇതിനൊപ്പം നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇത്തരത്തിൽ ശക്തമായി തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ ഏകോപിച്ചുകൊണ്ടുള്ള വിവിധ സേനകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. ആ രീതിയിൽ തെരച്ചിൽ നടക്കുകയാണ്. എന്തായാലും ഇവരുടെ ആശയവിനിമയം വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് കോസ്റ്റ് ഗാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇത്രയും ദൂരമായതുകൊണ്ട് 40-50 നോട്ടിക്കൽ മീറ്ററുകൾക്ക് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം പല വിവരങ്ങളും വൈകിയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇന്നലെ രാത്രി നടന്നൊരു അപകടമാണ്. ഈ കപ്പൽ ഇടിച്ച് ഈ ബോട്ടിൽ ഇടിച്ച് നിർത്താതെ പോയി. അതുകൊണ്ട് തന്നെയാണ് വിവരങ്ങൾ ഇത്തരത്തിൽ ലഭിക്കാനും വൈകിയത്. ഇവർക്കും കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെടാൻ സാധിക്കാത്തൊരവസ്ഥ ഉൾക്കടലായതുകൊണ്ട് തന്നെ വന്നു. എന്തായാലും 2 പേർ രക്ഷപ്പെടുത്താനായി എന്ന ആശ്വാസ വാർത്ത, ഒപ്പം 3 പേർ മരണപ്പെട്ടു എന്ന ദുഃഖകരമായ വാർത്തയുമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഗോപി, ബൈജു തുടരുക, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ഷഹീദ് കൂടി ചേരുന്നു. ഷഹീദ്, ഈ ബോട്ട് ഉടമയ്ക്ക് പുതിയ വിവരങ്ങൾ വല്ലതുണ്ടോ? ഇപ്പോൾ കളക്ടർ പറഞ്ഞതനുസരിച്ച് 3 ബോഡി കിട്ടിയിട്ടുണ്ട് എന്നാണ്, 2 പേരെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞു. ഈ ബോട്ട് ജാഫറിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് കളക്ടർ പറഞ്ഞത് 3 മൃതദേഹങ്ങൾ, അതായത് 3 പേർ മരിച്ചു എന്നുള്ള ജാഫർ പങ്കുവെക്കുന്നു. ഒപ്പം 5 പേരെ രക്ഷപ്പെടുത്തിയതിനുള്ള വിവരം കൂടി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 3 മരണം സംഭവിച്ചിരിക്കുന്നു, 5 പേരെ രക്ഷപ്പെടുത്തുകയും ഇതാണ് ബോട്ടുടമയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന് ഔദ്യോഗികമായി കിട്ടിയ അല്പം മുമ്പ് കിട്ടിയ വിവരമനുസരിച്ചുള്ള കണക്കാണ്, അല്ലെങ്കിൽ ആത്തുള്ള വിവരമാണ് പങ്കുവെക്കാൻ ഉള്ളത്. ഞായറാഴ്ചയാണ് ഈ ബോട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ ഈ ബോട്ടിനൊപ്പം റബ്ബ എന്ന അപകടപ്പെട്ട ബോട്ടിൽ മറ്റൊരു ബോട്ടിൽ കൂടി കൊണ്ടിരുന്നു. സാധാരണയിൽ ഒരുമിച്ചാണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം തെറ്റാവുന്ന തരത്തിലുള്ള അകലത്തിൽ വെച്ചാണ് ഇവർ പോകാറുള്ളത്. പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ കൂടുതൽ മത്സ്യം കാണുന്ന ഘട്ടത്തിൽ പോകുന്ന സാഹചര്യവുമുണ്ട്. റേഞ്ച് തീരെ കുറവാൻ തോന്നുന്നു. ഷഹീദ് ഒന്ന് റേഞ്ചിൽ നിൽക്കും. ഏതായാലും ഷഹീദ് പുതിയ വിവരം നൽകിയിട്ടുള്ളത് 5 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന വിവരമാണ് ബോട്ടുടമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. 3 പേരുടെ മരണമാണ് ഇപ്പോൾ കളക്ടർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 8 പേർ, 5 പേരെ രക്ഷപ്പെടുത്തി, 3 പേർ മരിച്ചു. ഇനി 6 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. അതിനുള്ള തെരച്ചിലാണ് തുടർന്ന് കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബൈജു, അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? അതെ ഗോപി, ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഉള്ളത്. എന്തായാലും 3 പേർ മരണപ്പെട്ടു എന്ന ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും മറ്റുള്ളവരെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും പങ്കുവെക്കുന്നത്. ഇവർക്കായുള്ള തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. വിവിധ സേനാംഗങ്ങൾ ഇത്തരത്തിൽ തെരച്ചിൽ ഒഴുകിയിരിക്കുന്നതായും അവരുടെ സന്ദേശത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ ആശയവിനിമയം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇവരുമായി ബന്ധപ്പെടാൻ കഴിയാത്തൊരു ഇത്തരം ദൂരമാണ്, പുറംകടലിലാണ് ഈ അപകടമുണ്ടായത്. എന്തായാലും ഈ രക്ഷപ്പെട്ടവരുമായി സംസാരിച്ച് ഏത് രീതിയിലാണ് അപകടം നടന്നതെന്നൊക്കെ വരും സമയങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും ഈ 5 പേർ ഇത് ഇന്നലെ രാത്രി നടന്ന അപകടം ഇന്ന് രാവിലെ വരെ അവരെ അതിജീവിച്ചു എന്നുള്ളത് ആശ്വാസകരം. പക്ഷേ 3 പേർ അതിനോട് മരണപ്പെടുകയും ചെയ്തു. ഇനി ഒരു 6 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഏതായാലും രാത്രിയോടുകൂടി അപകടമുണ്ടായി, 12 മണിയോടുകൂടി അപകടമുണ്ടായി എന്ന് മനസ്സിലാക്കപ്പെടുന്നു. കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടാണ്. ബൈജു പറഞ്ഞതുപോലെ അത്രയും ഉൾക്കടലിലാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഏതായാലും രക്ഷാപ്രവർത്തനത്തിനുള്ള സൈന്യം അവിടെ എത്തി. സൈന്യം മീൻസ് കോസ്റ്റ് ഗാർഡ് അവിടെ എത്തിയതിനു ശേഷമാണ് ഉള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബോട്ടിന്റെ ഉടമ പറഞ്ഞനുസരിച്ച് 5 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 3 പേർ മരണപ്പെട്ടുവെന്നും. ബൈജു, ഈ കടലിന്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ കോസ്റ്റ് ഗാർഡ് പറയുന്നത് എന്താണ്? അത് തെരച്ചിലിന് പറ്റിയ സാഹചര്യം ആണല്ലോ അല്ലേ? തീർച്ചയായും ഗോപി, ഈ കാര്യം ചോദിക്കുകയുണ്ടായി. എന്നാലും അത്തരത്തിൽ
അനുകൂല സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ആ രീതിയിൽ വലിയ തോതിലുള്ള തരത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ കണ്ടെത്താനാകുമോ എന്ന പരിശ്രമത്തിൽ തന്നെയാണ് ഇവരുള്ളത്. ഇതിൽ 5 പേർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ 2 പേരെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിക്കാനും സാധിച്ചു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് 3 പേരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനും ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി കുറയും എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. എന്തായാലും 3 പേർ മരണപ്പെട്ടു എന്ന വാർത്ത ഈ സമയത്ത് എന്തായാലും നമുക്ക് സ്ഥിരീകരണം ലഭിക്കുന്നുണ്ട്. ഈ കപ്പൽ കണ്ടെത്താനുള്ള ഈ ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കോസ്റ്റ് ഗാർഡിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഗോപി ബൈജു, പക്ഷേ ഇപ്പോൾ ശ്രീ VKC മുഹമ്മദ് കോയ MLA ടെലിഫോൺ ലൈൻ ചേരുന്നു. സാറേ, ബേപ്പൂർ ഭാഗത്ത് നിന്ന് പോയ ബോട്ടാണ് ഞായറാഴ്ച പോയത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 5 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ആശ്വാസമുണ്ട്. പക്ഷേ 3 പേർ മരണപ്പെട്ടു. ഒരു 6 പേരെയും കൂടിയാണ് കണ്ടെത്താനുള്ളത് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. സാറിന് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ഈ ബേപ്പൂരിലുള്ളതാണ് ബോട്ട്. ജാഫർ എന്നാണ് എന്റെ ഉടമ. അവിടെ അതിൽ 14 പേരാണ് പോയത്. പോയ ആൾക്കാരിൽ എല്ലാവരും അന്യ സംസ്ഥാനത്തുള്ള ആളുകളാണ്. ഇവിടെ മലയാളികളാരും വിചാരിച്ചത്. അപ്പൊ അതിന്റെ ഒരു ശരിയായ ഡീറ്റെയിൽസ് ഒന്നും വരെ ഇതിന്റെ ഉടമേന്റെ അടുത്തില്ല. ഒരാളെ പേരെ അയാൾക്ക് അറിയുള്ളൂ. അയാളെ ഫോണിൽ വിളിച്ച് കിട്ടിയില്ല എന്നാണ് നേരത്തെ ആദ്യം പറഞ്ഞത്. ഇപ്പൊ ഇനി ആളെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ കമ്മ്യൂണിക്കേഷൻ പ്രശ്നം ഉണ്ട് അല്ലെ, വിവരങ്ങൾ അറിയാൻ. ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇപ്പൊ കളക്ടർ സംസാരിച്ചിരുന്നു. 3 പേര് മരണപ്പെട്ടു, പക്ഷെ 5 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുമാണ് മനസ്സിലാക്കണം. അതെ, 14 പേരുടെ 6 പേരെ ഇനിയും കാണണം. അതിനുള്ള ഏതായാലും കോസ്റ്റ് ഗാർഡ് അവിടെ ഉണ്ട്. സ്ഥലത്ത് തെരച്ചിൽ എത്തി, ഹെലികോപ്റ്ററൊക്കെ എത്തി എന്നാണ് അറിയുന്നത്. ഓക്കെ, നന്ദി സാർ. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് MLA VKC മുഹമ്മദ് കോയയാണ് പ്രതികരിച്ചത്. ഏതായാലും കപ്പൽ ബോട്ടിലിടിച്ചത് ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി തന്നെ കോസ്റ്റ് ഗാർഡ് അവിടെ എത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. 2 പേരെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കാനും കഴിഞ്ഞു. 5 പേരെയാണ് മൊത്തം രക്ഷിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അപ്പോഴും 3 മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. അത് കളക്ടർ തന്നെയാണ് 3 പേരുടെ മരണപ്പെട്ട കാര്യവും നമ്മളോട് അറിയിച്ചത്. സ്വാഭാവികമായും വലിയ തോതിലുള്ള തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. തെരച്ചിലിന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ട സാഹചര്യമില്ല ഇപ്പോൾ കടലിൽ. തെരച്ചിലിന് പറ്റിയ സാഹചര്യം തന്നെയാണ് എന്നും കോസ്റ്റ് ഗാർഡിൽ നിന്നും മനസ്സിലാക്കുന്നു. ഊർജിതമായ തെരച്ചിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും. 14 പേരും 7 പേർ തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളും 7 പേർ ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളുമാണ്. ഞായറാഴ്ചയാണ് ഈ ബോട്ട് ബേപ്പൂരിൽ നിന്നും പുറപ്പെട്ടത്. ഇന്നലെയാണ് മംഗലാപുരത്ത് നിന്നും 46 മൈൽ എന്നാണ് കളക്ടർ പറഞ്ഞതിൻ്റെ ഓർമ്മ. 46 മൈൽ അകലെ വെച്ചിട്ട് ഈ ചരക്ക് കപ്പൽ ഇടിച്ചിട്ട് പോയത്. അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടി തെരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. അപകടത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ലഭിച്ചോ ഇല്ലേ തുറന്നുള്ള ക്ലാരിറ്റിയൊക്കെ നമുക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും രക്ഷപ്പെട്ടവരിൽ നിന്നും അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന് വിശ്വസിക്കാം. 5 പേർ രക്ഷപ്പെട്ടു എന്നുള്ളൊരു ആശ്വാസ വാർത്തയുണ്ട്. പക്ഷേ അപ്പോഴും 6 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ലോകായുക്ത ഉത്തരവിനെതിരായ മന്ത്രി KT ജലീലിന്റെ ഹർജി ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് പരിഗണിക്കുകയാണ്. ലോകായുക്തയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ജലീൽ കോടതിയോട് പറഞ്ഞു. തനിക്കെതിരായ പരാതി ഫയൽ സ്വീകരിക്കാൻ നിശ്ചയിച്ച ദിനം തന്നെ ഉത്തരവിറക്കിയെന്നും ജലീൽ കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി അനീഷ് ആണ് ചേരുന്നത്. അനീഷ്, ഇപ്പോൾ ഏതായാലും ആ കേസ് കോടതി എടുത്തു. എന്തൊക്കെയാണ് ജലീലിന്റെ വാദമുഖങ്ങൾ? ഇപ്പോൾ വാദം പുരോഗമിക്കുകയാണ്. പ്രധാനമായും ലോകായുക്ത തനിക്കെതിരെ ഉത്തരവിറക്കിയ ഇതിലെ നടപടിക്രമങ്ങളിൽ തന്നെ വീഴ്ചയുണ്ട് എന്നാണ് ജലീൽ വ്യക്തമാക്കുന്നത്. ഈ പരാതിക്കാരൻ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിക്കണമോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന പ്രാഥമികമായി ഹർജി പരിശോധിക്കേണ്ട ദിവസം തന്നെ അന്തിമ ഹിയറിംഗും നടത്തി എന്നാണ് ജലീലിൻ്റെ പ്രധാന പരാതി. അതുകൊണ്ട് ലോകായുക്തയുടെ നടപടിക്രമങ്ങളിൽ തന്നെ വീഴ്ച വന്നിരിക്കുന്നു. അതുകൊണ്ട് ഉത്തരവ് നിയമപരമായി നിലനിൽക്കുന്ന എന്ന രീതിയിലുള്ള വാദങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ ലോകായുക്ത പ്രാഥമികമായ അന്വേഷണമോ അന്തിമ അന്വേഷണമോ നടത്തിയ ഒരു റിപ്പോർട്ടിലേക്ക് എത്തിച്ചേരാതെ ആദ്യ ദിനം തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു എന്നാണ് ജലീൽ പറയുന്നത്. പക്ഷേ ഇതിനിടയിൽ കോടതിയുടെ ഭാഗത്തുനിന്നും ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നു. സ്വന്തമായ നിലയിൽ അന്വേഷണം നടത്താൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്ന് കോടതി ഒരു വാക്കാൽ പരാമർശം നടത്തിയിട്ടുണ്ട്. ഇതിന് മറുപടിയായി ലോകായുക്തയുടെ ഉത്തരവ് സ്വീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയില്ലെന്നും വേണമെങ്കിൽ സ്വീകരിക്കാതിരിക്കാമെന്നും ജലീൽ പറയുകയും ചെയ്യുന്നു. എന്തായാലും ജലീലിൻ്റെ അഭിഭാഷകനാണ് ഇപ്പോൾ തൻ്റെ വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്മേൽ കോടതിയുടെ ഒരു മറ്റു പരാമർശങ്ങളോ അല്ലെങ്കിൽ എതിർഭാഗം എന്തു പറയും, സർക്കാരിൻ്റെ വിശദീകരണം എന്തുണ്ടാവും എന്നതൊക്കെ അറിയാനുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ന് തെടുക്കപ്പെട്ട ഒരു സ്റ്റേ ലഭിക്കുമോ ഇല്ലയോ എന്നത് തന്നെയാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ഗോപി, ഏതായാലും വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അനീഷ് സൂചിപ്പിച്ച പോലെ അന്വേഷണം സ്വന്തമായി നടത്താൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ടെന്ന് കോടതി ഓർമ്മിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ അധികാരമില്ല എന്നുള്ള വാദം വല്ലതും ഉണ്ടായിരുന്നു? അതുകൊണ്ടാണോ ഇന്നലെ ഒരു പരാമർശം നടത്തുന്നത്? അതിനുണ്ടാക്കിയൊരു സാഹചര്യം എന്താണ് അനീഷ്?
ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ജലീലിനെതിരെ നൽകിയിരിക്കുന്ന ഹർജി ഫയലിൽ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിനായി ഉള്ള നിശ്ചയിച്ചിരുന്ന ദിവസം തന്നെ, ആ ഹിയറിങ്ങിനായി വിളിച്ച ദിവസം തന്നെ ഇത്തരത്തിലൊരു ഉത്തരവ്, അന്തിമ ഉത്തരവ് കോടതിയുടെ ലോകായുക്തയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ്. അതായത് യാതൊരു തരത്തിലുള്ള ഹർജിയിൽ ലഭിച്ച രേഖകൾക്ക് പുറത്തുള്ള ഒരു തരത്തിലുള്ള പരിശോധനകൾ അന്ന് നടന്നില്ല. ഒരു തരത്തിലുള്ള അന്വേഷണ ഏജൻസിയുടെ സഹായത്തോടു കൂടി ഒരു പരിശോധന നടക്കുന്നില്ല. ഇത് ഒന്നും നടക്കാതെ പരാതിക്കാരൻ നൽകിയ രേഖകൾ മാത്രം പരിഗണിച്ച് ഒരു അന്തിമ ഉത്തരവ് ഇറക്കി എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആക്ഷേപമായി ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ പുറത്തുള്ള ഏജൻസികളുടെ സഹായമില്ലാതെ തന്നെ വേണമെങ്കിൽ സ്വന്തം നിലയ്ക്ക് ഈ ലോകായുക്തയ്ക്ക് അന്വേഷണം നടത്താമെന്നൊരു മറുപരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. അത് കൃത്യമായി ഇത്തരത്തിലൊരു വിശദമായ അന്വേഷണം നടത്തിയോ എന്നതിനെക്കുറിച്ചൊന്നുമല്ല, മറിച്ച് സ്വന്തം നിലയിൽ വേണമെങ്കിൽ ലോകായുക്തയ്ക്ക് അന്വേഷണം നടത്താമല്ലോ എന്നൊരു പരാമർശമാണ് ഉണ്ടായിരിക്കുന്നത്. ജലീൽ ഈ ഘട്ടത്തിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മെറിറ്റിലേക്ക് കടക്കാതെ ലോകായുക്തയുടെ നടപടിക്രമങ്ങളിൽ തന്നെ വീഴ്ചയുണ്ടായി എന്ന് സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ വിപുലമായ വാദങ്ങളിലേക്കൊന്നും കടക്കാതെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായാൽ അങ്ങനെ തന്നെ വേണമെങ്കിൽ ഈ ഉത്തരവ് റദ്ദാക്കാനുള്ള സാധ്യതകളാണ് ജലീൽ ആരായുന്നത്. ഈ സാധാരണഗതിയിൽ ഒരു പരാതി ഒരു അർദ്ധ ജുഡീഷ്യൽ സംവിധാനത്തിന് അല്ലെങ്കിൽ ജുഡീഷ്യൽ സംവിധാനത്തിന് ലഭിച്ചാൽ അതുമായി ബന്ധപ്പെട്ട കക്ഷികളുടെ വാദം കേൾക്കണം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ രേഖകൾ വിളിച്ചു വരുത്തണം, സർക്കാർ രേഖകൾ പരിശോധിക്കണം. അങ്ങനെ വിപുലമായ നടപടിക്രമങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ ഹർജിക്കാരൻ നൽകിയ രേഖകൾ മാത്രം പരിഗണിച്ച് അന്ന് തന്നെ ഒരു അന്തിമ ഉത്തരവ് ഇറക്കി അത് ലോകായുക്തയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ വീഴ്ചയുള്ള നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയ ഒരു ഉത്തരവ് അതുകൊണ്ട് തന്നെ അസാധുവാകുന്നു എന്ന വാദമാണ് ഇപ്പോൾ KT ജലീൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഗോപി, ഇതിലും വാദം പുരോഗമിക്കുകയാണ്. വിശദമായി വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് അതിലേക്ക് വരാം.